വെൽക്കം ബാക്ക് അഗൈൻ. ബിനുവാണ്. അതാണ് ഗേറ്റ് കേട്ടോ. അപ്പോൾ ആ ഗേറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് സൈഡിൽ കൂടെയുള്ള എൻട്രൻസ് വഴി നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ടിക്കറ്റ്. തമിഴാണ് കേട്ടോ, നമുക്കൊന്ന് വായിക്കാനൊന്നും നമുക്കറിയില്ല. എന്നാലും ദാസപ്പനും കൂടി പാസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ദാസപ്പൻ അവിടെ ഇരിപ്പുണ്ട്, അകത്ത് കയറാൻ പറ്റില്ല. പിന്നെ 4, 5, 6 വട്ടമൊക്കെ വഴി തിരിയുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, എവിടെ പോയാലും ഇങ്ങനെയുള്ള അതിഥികൾ. ഇതിനെ കറവക്കാരിയാണ്, ഇതിവിടുത്തെ കറവക്കാരിയാണ് തോന്നുന്നു കേട്ടോ. എല്ലായിടത്തും നമുക്ക് എങ്ങോട്ട് പോകണം. അങ്ങോട്ട് ഇവിടെ പാർക്കൊക്കെ ഉണ്ടല്ലേ. ഇതാണ് കുട്ടികൾക്കുള്ള ഒരു ചിൽഡ്രൻസ് പാർക്ക് പോലെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മറ്റേ വലിയ ഡ്രാഗൺ ഊഞ്ഞാലോ മറ്റേ ആടുന്ന സാധനമില്ലേ, ഇത് ഒരു സിംഗക്കൂട്ടി അതിൻ്റെ കയ്യൊക്കെ ഓടി അതിൻ്റെ തലയിൽ വാലയിലൊക്കെ ഇത് വെച്ചിരിക്കണം. ഇത് മറ്റേ എന്താണ്, എങ്ങനെ വലക്കകത്ത് വഴി ചാടുന്ന സാധനം. ഇവിടെ ഒരു ട്രെയിനിൻ്റെ ഒരു ബോഗി കിടപ്പുണ്ട്. അത് സിമെൻറ്റാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ഉണ്ട്, പക്ഷേ പിള്ളേർക്കായിട്ടുണ്ട്. പക്ഷെ അതൊന്നും റണ്ണിങ്ങിലാണോ എന്ന് നമുക്കറിയില്ല. ഓ, ഇപ്പം നമ്മൾ കാക്ക നമ്മുടെ തലം കൊണ്ട് പോകാനപ്പം സെറ്റാണ് കേട്ടോ. അതെ, ആരാന്നറിയില്ല. ഒരു ബിഗ് സലൂട്ടൊക്കെ നമുക്ക് തരുന്നുണ്ട്. വെള്ളം ഇങ്ങനെ തുറന്ന് വിട്ടിരിക്കുന്നതിൻ്റെ ഒരു വാൽവാണ് കേട്ടോ. അപ്പോൾ ഇത് കൃഷി ആവശ്യങ്ങൾക്കായിട്ട് മാത്രമാണ് ഡാം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. 1, 2, 3, 4, 5, 6, 7 ഷട്ടറുണ്ട് കേട്ടോ. അതാണ് ഷട്ടർ. അതിലാണ് വെള്ളം വരുന്നത് കേട്ടോ. അതിന് തൊട്ടപ്പുറം ഒരു പവർ ഹൗസും ഉണ്ട്. ഈ വെള്ളം ഇങ്ങനെ കൃഷി ആവശ്യങ്ങൾക്കായിട്ട് മാത്രം ഉള്ളൊരു ഡാം ആണ് കേട്ടോ. ഈ കൃഷി ആവശ്യങ്ങൾക്കായിട്ടാണ് ഈ വെള്ളം പോകുന്നത് ഇപ്പോൾ. അപ്പോൾ അവിടെ ഒരു ദിനോസറിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് ശരിക്കും അങ്ങോട്ട് നിന്ന് ഇറങ്ങി കാണാം ആ പാലത്തിൽ നിന്ന്. എന്നാലും നമുക്ക് ഇവിടെ ഒരു പാലമുണ്ട്. ഈ ഡാമിൽ നിന്ന് പോകുന്ന ആ വെള്ളത്തിന് കുറുകെ ഡാം പണിതിട്ടുണ്ട്. നമുക്ക് ആ ഡാമിൻ്റെ അപ്പോൾ വിദൂര കാഴ്ച അവിടെ നമുക്കൊന്ന് കാണാം. അത് തന്നെയല്ല, നമുക്ക് ഈ പാലത്തിലൂടെ ഒന്ന് കടന്നു നോക്കാം കേട്ടോ. ഇവിടെ മറ്റേ ഒരു ദിനോസറിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നേരെ അക്കരെ ഇക്കരെയൊക്കെ പാസ് ചെയ്യാം കേട്ടോ. ഒരു 3-4 വാൽവിനകത്തൂടെയാണ് വെള്ളം വരുന്നത് കേട്ടോ. ഇതിപ്പം കണ്ടിന്യൂസ് ഇത് ഒരു ടൈറ്റിലുള്ള വെള്ളം ഇങ്ങനെ പോവുള്ളൂ. കൂടുതലും കുറവൊന്നുമില്ല. ഇത് കൃഷി ആവശ്യങ്ങൾക്കായിട്ടാണ് ഇപ്പോൾ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുണ്ടോ, എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ. അങ്ങനെ കേട്ടോ നമ്മുടെ വൈഗ ഡാം. ഇവിടെ കുറേ അണ്ണന്മാരൊക്കെ ഇന്ന് മീൻ പിടിക്കുന്നുണ്ട്. മീൻ കിട്ടിയോ നമുക്കറിയില്ല. നമ്മളിങ്ങനെ ചൂണ്ടയിട്ടിട്ട് ചൂണ്ട വലിക്കുവാണ്. മീനുണ്ടോയെന്ന് അറിയില്ല. ഇതാണ് നമുക്ക് ഈ വൈഗ ഡാമിൻ്റെ ഓപ്പോസിറ്റുള്ള പാലത്തിൽ നിന്ന് കാണുന്നൊരു കാഴ്ച കേട്ടോ. എന്നാലും നമുക്ക് മുന്നോട്ട് പോകാൻ നിൽക്കാം. ധാരാളം ചൂണ്ടയിടുന്നവരുണ്ട് കേട്ടോ. പക്ഷേ മീനൊക്കെ അതിനകത്തുണ്ട്. മുമ്പൊരാണൻ ചൂണ്ട വലിച്ചിട്ട് കിട്ടിയില്ല. ഇതിനകത്ത് ഒരുപാട് വ്യാപാരികളൊക്കെ ഉണ്ട്. അവർക്കൊരു ജീവിതമാർഗമൊക്കെ ആവും. ഇതുണ്ടോ, പിന്നെ ദിവസം ഇടവസമായിക്കൊണ്ട് ആൾക്കാരൊക്കെ വളരെ കുറവാണ്. ഉണ്ടോ, നമുക്കങ്ങനെ മുന്നോട്ട് പോകാം കേട്ടോ. ഇരിക്കുന്നുണ്ട് ഡാമിനകത്ത് വ്യാപാരം ചെയ്യുന്നവരാണ് കേട്ടോ. നമുക്കിങ്ങനെ മുന്നോട്ട് നമുക്കൊന്ന് കയറി നോക്കാം കേട്ടോ. നമുക്ക് ഈ ഡാമിൻ്റെ പുറത്ത് നമുക്കൊന്ന് കയറാം. ഇവിടെയൊക്കെ ഒരുപാട് പവർ ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സ്റ്റെപ്പുകൾ കയറി വേണം നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ. ഇതാണ് നമ്മുടെ ഡാമിൻ്റെ ഷട്ടർ. 1, 2, 3, 4, 5, 6, 7 ഷട്ടറുണ്ട് കേട്ടോ. ഇവിടുന്ന് കാണുന്നൊരു കാഴ്ച ഉണ്ടോ, അടിപൊളിയാണ് കേട്ടോ. ഇവിടെ പോലെ കല്ലടിച്ച് പായി കെട്ടിയിരിക്കുകയാണ്. ഇത് മൊത്തം കല്ലാണ് കേട്ടോ. ഉണ്ടോ, ആ ഷട്ടറിൻ്റെ ഭാഗങ്ങൾ അതൊന്നും മനസ്സിലാക്കണം നമ്മൾ. സാധാരണ ഡാമുകളിലെല്ലാം കോൺക്രീറ്റ് ആണ്, ഇതേപോലെ കല്ലാണ് കേട്ടോ. ഉണ്ടോ, കല്ലുകൊണ്ടാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്, അടിച്ച് കെട്ടി. ഉണ്ടോ, മൊത്തം കല്ലാണ്. ഇതുണ്ടോ, കല്ലടിച്ച്
ആണിത് കെട്ടിയിരിക്കുന്നത്. ഓഹോ, അങ്ങനെ മുന്നോട്ട് വേണം കയറി പോകാനായിട്ട്. ഓ എന്താ പൊന്നു മോനെ, ഇവിടെ കാണാനൊരു കാഴ്ച ഉണ്ടോ? എൻ്റെ ഇവിടെ കല്ലാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞെങ്കിലും നമുക്കത് അതിശയിപ്പിക്കുന്ന കാഴ്ച. കല്ലടിച്ച് കെട്ടി ഡാം. ഇവിടെ വരെ നമുക്ക് എൻട്രൻസ് ഉള്ളൂ. പാലത്തെ കൂടെ അക്കരെ ഇക്കരെ നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അത് ഗേറ്റ് ചങ്ങലിട്ട് പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് ഷട്ടറിൻ്റെ ഭാഗമൊക്കെ ആയതുകൊണ്ടായിരിക്കും അവർ പൂട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് കേട്ടോ നമ്മുടെ വൈഗ ഡാമിൻ്റെ ജലാശയം. ഇതെല്ലാം കല്ലാണ് കേട്ടോ. കല്ലിങ്ങനെ കുറേ കുത്തി നട്ടിട്ടുണ്ട്. ഇതെന്തിനാണെന്നറിയില്ല. അത് ഇതിനകത്തൊക്കെ പോവുകയാണെങ്കിൽ അപായങ്ങൾ കുറയാൻ വേണ്ടി. കാരണം നമുക്കങ്ങ് കുറച്ചങ്ങ് വെച്ചിട്ടും ഇതുപോലെ കല്ല് തട്ടി നമുക്ക് നിൽക്കും നമുക്ക്. അപ്പോൾ അങ്ങനത്തെ അപകടങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അതിനാണ് അവരിങ്ങനെ ഈ കല്ലുകളിങ്ങനെ വെച്ച് പണിതിരിക്കുന്നത്. കാരണം വെള്ളം ഇറങ്ങും തോറും നമുക്ക് ഈ കല്ല് നമുക്ക് നിൽക്കാം. താഴോട്ടും കല്ലുണ്ട്. ഒരു കാരണവശാലും നമുക്ക് കീപ്പോട്ട് നമുക്ക് പോകത്തില്ല. കണ്ടോ, കല്ലട്ടിച്ച്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കല്ലിൻ്റെ നീളം എന്താണെന്ന് നമുക്കറിയത്തില്ല. അടിപൊളി. അതാണ് കേട്ടോ നമ്മുടെ വൈഗ ഡാമിൻ്റെ വിദൂര കാഴ്ചകൾ. സൂര്യൻ്റെ നിഴലിൽ വെള്ളത്തിലടിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് വിദൂര കാഴ്ച നമുക്ക് കാണാൻ പറ്റാത്തത്. അപ്പോൾ അങ്ങനെ ഈ വഴി നേരെ എവിടെ വരെ പോകും നമുക്കറിയില്ല, എതിരെ വരുന്നത് നമുക്കറിയില്ല. അങ്ങ് അറ്റം വരെ നമുക്ക് പോകണമെന്നുണ്ട്. അപ്പോൾ ആ കാണുന്നതെല്ലാം നമ്മുടെ വൈഗ ഡാമിൻ്റെ കെട്ടിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ആ ഒരു ജ്യേഷ്ഠം എല്ലാം നടന്നു വരുന്നുണ്ട്. കടയിൽ കൊണ്ട് നമുക്ക് ഇച്ചിരി വെള്ളം മേടിച്ച് കുടിക്കാം. എന്നാ വേണ്ടേ? ചായ ഉണ്ടോ? ചായ ഉണ്ടോ? ചായ ഇല്ല, അല്ല വെള്ളം മാത്രമേ ഉള്ളൂ. കൂളിങ് വെള്ളമേ ഉള്ളൂ. കൈതൊക്കെ ഉണ്ടോ നോക്കാം. താഴ്ത്തോ അതിലങ്ങനെ അങ്ങോട്ടും പോകാം, ഇങ്ങോട്ടും പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇതിനകത്ത് ഒരു മാവാണ് കേട്ടോ. ഇത്രയും വലിയൊരു മാവ്. ഇത് ഭയങ്കര ഒരു മാവാണ് കേട്ടോ. ഉണ്ടോ, മാവിൻ്റെ ഉൾക്കാഴ്ചയാണ്. അതിൻ്റെ മണം. ഇത്രയും വലിയ മാവ് ആദ്യമായിട്ട് കാണും കേട്ടോ നമ്മൾ. മാവ് ഇങ്ങനെ നിറച്ചും കായ പൂത്തു നിൽക്കുകയാണ്. അതെല്ലാം ഇഷ്ടം പോലെ തണൽ മരങ്ങളാണ് കേട്ടോ. ഉണ്ടോ, കയ്പം നിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ സാധനം വേലി, അതൊരു ചെടിയായിട്ട് നിർത്തിയിരിക്കാനുണ്ട്. ഉണ്ടോ, കയ്പം പൂ. ഉണ്ടോ, നമുക്ക് അതിലിങ്ങനെ ഒന്ന് കറങ്ങി നോക്കാം. ഓ, കണ്ണാങ്കുട്ടൻ്റെ ഓട്ടം കണ്ടോ. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. അണ്ണാൻ്റെ പ്രളയം. ഒരു മത്സ്യകന്യകയുടെ സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. അതിൽ നിന്ന് വെള്ളം ഒറ്റ വീഴുന്നുണ്ട്. അത് തന്നെയല്ല, ഇതൊരു താമരക്കുളമാണ് കേട്ടോ. താമരപ്പൂ ഉണ്ട് അതിനകത്ത്. പക്ഷേ നമുക്കതിൽ ഇപ്പോൾ തീർന്നു. രാവിലെയാണ് നമുക്കത് കാണാൻ പറ്റിയത്. അപ്പോൾ ഒരു 3 മത്സ്യകന്യകയാണ് നിൽക്കുന്നത് കേട്ടോ. രസം കേട്ടോ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ. നമുക്ക് വലിയ ഫീസും കാര്യങ്ങളൊന്നുമില്ല. രാവിലെ മുതൽ പാസ്. രാവിലെ 9 മണി മുതൽ പാസ്. വൈകിട്ട് 6 മണി വരെ ഉള്ളൂ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകാം കേട്ടോ. ഇവിടെ ഒരു അണ്ണം പക്ഷി ശാസ്ത്രം കേട്ടോ. നമ്മുടെ ഹൈറേഞ്ചിലൊക്കെ, നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പം തത്തനെ പറത്തി വിട്ടുന്നാൽ മതി. നമുക്ക് അങ്ങനെ അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം. ഇവിടെ നമുക്കൊന്ന് കറങ്ങി നോക്കാം. ഇവിടെ ഒരു ഡാമിൻ്റെ സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താ, ഏത് ഡാമാണ് നമുക്ക് എഴുതി വെച്ചിട്ടൊന്നുമില്ല. വെൽക്കം ചെയ്യാനായിട്ട് 2 കങ്കാരുവിൻ്റെ 2
സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വെൽക്കം സ്റ്റാച്ചു. ഒന്ന് കയറി നോക്കാം. വെള്ളം പോലില്ല കേട്ടോ, ശൂന്യമായിട്ടാണ് കിടക്കണേ. അതിനകത്ത് കാടൊക്കെ ഒരുക്കി ചെത്തി ഒരുക്കി വൃത്തി മെയിനായിട്ട് ഇടുവാണെങ്കിൽ ഉണ്ടല്ലോ ആൾക്കാരൊക്കെ ധാരാളം പേര് വരും കേട്ടോ. പക്ഷേ ആൾക്കാരുടെ ഒരു കുറവ് ഇവിടെ ശരിക്കുണ്ട്. കാരണം വിനോദസഞ്ചാരികൾ ഇവിടെ വന്നെത്തുന്നില്ല. ഇവർ ഈ ഔട്ട് സൈഡിലോട്ടൊന്നും വരുന്നില്ല. ഔട്ട് സൈഡിലോട്ടൊക്കെ കാണാൻ തന്നെ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനൊന്നും പെയിൻറ്റ് പോലും അടിക്കാറുണ്ട്. അപ്പോൾ ചുമ്മാ കിടക്കും. അതൊക്കെ ഒന്ന് നിർമ്മിച്ച് പെയിൻ്റൊക്കെ ചെയ്ത് കാണാൻ നല്ല രീതിയിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇവിടെ കിടന്ന് നോക്കാം. ഇത് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ, കറങ്ങാൻ കേട്ടോ. കപ്പിൾസായിട്ട് വരുന്നവർക്കൊക്കെ എടുത്തിരുന്ന് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ സ്പേസാണ് കേട്ടോ. എന്താ ഒരു കന്യകയാണ് കേട്ടോ. ഒരു കുടത്തിൽ നിന്ന് വെള്ളം, പക്ഷേ വെള്ളം വരുന്നൊന്നും കാണുന്നില്ല. അതിൻ്റെ അടിയിൽ ഒരു 3 അരയിനത്തെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഒന്നും പറഞ്ഞില്ല, ഇതിനകത്തൊന്നും വെള്ളം എന്ന് പറഞ്ഞ സാധനമില്ല, ചെടിയില്ല, ഒന്നുമില്ല. കുറേ പുല്ലുകൾ മാത്രം കയറി മൂടി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് നീറ്റായും ക്ലീൻ ആക്കിയിട്ടൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ. ഇതിൻ്റെ ഇരിപ്പടമുണ്ട്. പിന്നെ കാര്യം പറഞ്ഞാൽ എല്ലാം നല്ല സെറ്റപ്പായിട്ടാണ് അവർ നിർമ്മിച്ചിരിക്കുന്നതൊക്കെ. പക്ഷേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നില്ല. കാരണം വെച്ചാൽ ഇവിടെ ഒന്നും കാണാനില്ലാത്തതുകൊണ്ടായിരിക്കാം. ഇതാണ് 2 പേരിരുന്ന് കാര്യരഹസ്യങ്ങൾ പറഞ്ഞിരുന്ന് മടുത്ത് മയങ്ങിയിരിക്കും കേട്ടോ. അപ്പോൾ കൂടാതെ ഇവിടെ ഓർത്ത് ഇരിപ്പുണ്ട്. അവനിങ്ങനെ അന്തം മട്ട കുന്തം മെഴുങ്ങി ഇരിക്കുകയാണ് കേട്ടോ. അത് അങ്ങോട്ട് പോകാൻ പറ്റൂല. ഇവിടെയൊക്കെ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ കുട്ടികളുടെ ഈ ചിൽഡ്രൻസ് പാർക്കിലോട്ട് വരുമ്പോൾ ഇവിടെയും ഒരു 5 രൂപയുടെ ഗേറ്റ് പാസ് ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല കേട്ടോ. ഈ 5 രൂപയുടെ പാസ് എടുത്ത് നമ്മൾ കയറുമ്പോൾ നമുക്ക് ഒട്ടനവധി നമുക്ക് കാണാനുണ്ട് കേട്ടോ. ഒരുപാട് ധാരാളം നമുക്ക് എല്ലാം കാണാനുണ്ട്. ഉണ്ടോ ഇവിടെ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ സൈഡിൽ കൂടെയുള്ള എൻട്രൻസിലാണ് നമ്മൾ കയറി വരുന്നത്. ഇവിടെ തന്നെ ഭയങ്കര ഒരു ബ്ലോഗിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്ലോക്ക് ഇവിടെയൊക്കെ വെള്ളം ചീറ്റുന്നതാണ്. പക്ഷേ ഇതിലൊന്നും വെള്ളമില്ല കേട്ടോ. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഈ ചെടികളും കാടുകളൊക്കെ ഒന്ന് ഇത് പറിച്ച് കളഞ്ഞ് നല്ല ചെടികളൊക്കെ വെക്കുകയാണെന്നുണ്ടല്ലോ. അതുകൊണ്ടോ ഓരോ സംഗതികളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാം തുരുമ്പെടുത്തിരിക്കുകയാണ്. അതൊക്കെ കയറി ഇരിക്കാൻ കറങ്ങുമെന്നൊന്നും അറിയത്തില്ല. നമ്മുടെ കുണ്ടി സെറ്റിക്കാവുമെന്ന് അറിയത്തില്ല. ഇതെല്ലാം പൊളിഞ്ഞ് കിടക്കുവാണ്. പക്ഷെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ വേറൊരു കാഴ്ച കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അതൊരു കാഴ്ച തന്നെയാണ്. ഇത് നമ്മുടെ ഇന്ത്യയുടെ ഒരു മാപ്പാണ് കേട്ടോ. ഇതുണ്ടോ ഒരു ശിവൻ്റെ സ്റ്റാച്ചു ആണ് കേട്ടോ ഈ കല്ലുംകൂട്ടത്ത് നടക്കിയിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയല്ല ഇവിടെ ഒരു ആൻറ്റി കുടമായിട്ട് പക്ഷെ വെള്ളം വീഴുന്നില്ല. ആൻറ്റി ഇങ്ങനെ കുടം ചായച്ച് പിടിച്ചിരിക്കുകയാണ്. അത് തന്നെയുമല്ല കേട്ടോ. നമുക്ക് ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ഒരു സ്റ്റാച്ചു പല വർണ്ണങ്ങളിൽ പെയിൻറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഉണ്ടോ നമ്മുടെ ജമ്മു കാശ്മീരിൻ്റെയൊക്കെ ഒരു കളറ് കണ്ടോ. അതൊക്കെ നല്ല അതേ രീതിയിൽ തന്നെ അവർ പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നല്ല വെള്ള കളറിൽ പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ് ഉണ്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ജമ്മു കാശ്മീരിൻ്റെ ഉണ്ടോ മലനിരകൾ. ഇതെല്ലാം ആ ഒരു മലനിരകളുടെ എല്ലാം ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയല്ല നമുക്ക് കാണേണ്ട ഒരു കാഴ്ച വേറെയാണ് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 5 രൂപ പാസ് കൊടുത്ത് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെയൊക്കെ പിന്നെയും ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിള്ളേരൊക്കെ ഒത്തിരി പേര് കിടന്ന് കളിച്ച് മറിയുന്നൊക്കെ ഉണ്ട്. ഉണ്ടോ ഇതൊക്കെ ഇരുമ്പിൻ്റെ തൊട്ടിൽ കുഞ്ഞാലാണ്. ഇത് കണ്ടോ. ഇത് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മുല്ലപ്പെരിയാറിലൊരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ മുല്ലപ്പെരിയാർ മലനിരകൾ കേട്ടോ. അതിൻ്റെ സ്റ്റാച്ചു ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ പിന്നാമ്പുറത്തോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. കണ്ടോ ആ ഒരു അതേ രീതിയിലാണ് ഒരു സ്റ്റാച്ചു നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടോ മുല്ലപ്പെരിയാർ. നമുക്കങ്ങോട്ടൊന്ന് കയറി നോക്കാം. അങ്ങോട്ടൊക്കെ ഒട്ടനവധി കേട്ടോ. പിള്ളേർക്ക് കളിക്കാൻ ഒരുപാടുണ്ട്. പക്ഷേ ഇതൊക്കെ കുട്ടികളൊക്കെ കയറാതെ ഇല്ല ഇരിക്കുന്നതായത് തുരുമ്പുണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇങ്ങോട്ടൊക്കെ പിന്നെ ഉണ്ടോ നമുക്ക് എന്നാലും ഇതിലൊന്ന് കയറി നോക്കാം. കണ്ടോ. അപ്പോൾ ഇത് സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ തമിഴ്നാടിൻ്റെ കേട്ടോ.
അപ്പോൾ ആ കാണുന്നുണ്ടോ കറുത്ത പെയിൻ്റൊക്കെ ആയിട്ട് അടിച്ചിട്ട് ചെയ്യുന്നുണ്ടോ, അത് നമ്മുടെ തമിഴ്നാട്ടിൽ ഇറങ്ങി വരുന്ന ചുരമാണ് കേട്ടോ. അപ്പോൾ ഈ പച്ചച്ച് കാണുന്നതെല്ലാം ഓരോ മലനിരകളാണ് തമിഴ്നാടിൻ്റെ കേട്ടോ. അപ്പം ഇതിൽ കയറി വരുമ്പോൾ തന്നെ രണ്ട് സൈഡിൽ നെറ്റിട്ടിരിക്കുക, കാരണം ഇത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ അവരിങ്ങനെ ഈ നെറ്റിട്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടോ ഇതിലൊക്കെ എഴുതുണ്ടോ, എഴുതി വെച്ചിട്ടുണ്ട്, തേക്കടി കുമ്മടി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. ഓ അടിപൊളി. ഇത് നമുക്കത് ഈ സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ. സത്തല്ലേ, അടിപൊളിയായിട്ട് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഈ വൈഗ ഡാമിനകത്താണ് കേട്ടോ. ഡാമിനകത്ത് എന്ന് പറഞ്ഞാൽ ഡാമിൻ്റെ ആ പരിസരങ്ങളിലാണ് ഇതെല്ലാം ഉണ്ടാക്കി നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ വൈഗ ഡാമിൻ്റെ, അത് നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ സ്റ്റാച്ചു ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ വൈഗ ഡാമിൻ്റെ ആ സ്റ്റാച്ചു. അപ്പം ആ കാണുന്ന നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സ്റ്റാച്ചു. അപ്പോൾ ആ വെള്ളം ഒഴുകി വരുന്ന ഇതൊക്കെയാണ് കേട്ടോ, പവർ ഹൗസാണ്, നമ്മുടെ കമ്പത്തെ പവർ ഹൗസൊക്കെയാണ് കാണുന്നത് കേട്ടോ, തേവാരമട്ടൊക്കെ ഉണ്ടോ. തമിഴ്നാടിൻ്റെ കുറേ ഭാഗത്ത്, അതായത് ചുരുളി വാട്ടർഫാൾസിൻ്റെയും മുല്ലപ്പെരിയാറിൻ്റെയും വൈഗ ഡാമിൻ്റെയൊക്കെ സ്റ്റാച്ചുവാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പോകുന്ന ആ റൂട്ട് മാപ്പുകളും വെള്ളം ഒഴുകി പോകുന്നതും വെള്ളം കിടക്കുന്നതും ഒത്തിരി ഇട്ടുണ്ടോ, കുന്നായിട്ട് ചെറിയ ചെറിയായിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഓരോ സ്ഥലപ്പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് മസാൻ വേണ്ടി രീതിയിൽ. ഇതവിടെ പിള്ളേരൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഒരു ഹായ് പറയേ. ആ അടിപൊളി, അവരത് ഇന്ന് കളിക്കുകയാണ് കേട്ടോ. പക്ഷെ എന്നാലും ഇതൊക്കെ നശിപ്പിച്ച് കേട്ടോ, കുറച്ചൊക്കെ ഈ ഗ്രില്ലൊക്കെ കളഞ്ഞു. കാരണം നമ്മളൊക്കെ പോലുള്ള ആൾക്കാർ വരുമ്പോൾ നശിപ്പിക്കരുത്. നാഗമലയാണോ മേഘമലയാണോ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ചെറിയ സ്റ്റാച്ചു ആണ്. മധുരൈ, ഇതാണ് ഇവിടെ മധുരയുടെ സ്റ്റാച്ചു ആണ് കേട്ടോ. ഇത് ഈ വലിയതായിട്ട് കാണുന്നത് അതൊരു പുഴയുടെയാണ് കേട്ടോ, നീലിച്ചാണ്. പിന്നെ ചെറിയ ചെറിയ പുഴകളും ഹൈവകളൊക്കെയാണ് കറുത്തായിട്ടൊക്കെ കാണുന്നത്. പിന്നെയാണല്ലോ ഇത് 5 രൂപയൊക്കെ കൊടുത്ത് നമുക്ക് കാണാനുണ്ട് കേട്ടോ. ഇതിനകത്ത് പെട്ടുപോയ പ്രശ്നം കേട്ടോ നമ്മൾ കേട്ടോ. ഇതിങ്ങനെ വളഞ്ഞിങ്ങനെ ചുറ്റി കറങ്ങിയൊക്കെ പോകണം. അവിടെ എന്നാണ്ടൊക്കെ ഒരു കോട്ടയുടെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തൊക്കെ നല്ല തണൽ മരങ്ങളാണ് കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. അവിടെ ഒരു മരത്തിൻ്റെ സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ട് അതിലൊരു പാമ്പിൻ്റെ ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതിലാണ് ഇറങ്ങണ്ടേ. ഇതേതോ ഒരു കാട്ടുമൃഗങ്ങളെയൊക്കെ ഇട്ടുകൊണ്ടിരുന്നതായിരുന്നു തോന്നുന്നു കേട്ടോ. നമുക്കിതൊക്കെ വെറും ഉപയോഗശൂന്യമായിട്ടാണ് ഇത് കിടക്കുന്നത് കണ്ടോ. ഇതെന്താണെന്നറിയില്ല കണ്ടോ, ഉപയോഗശൂന്യമായിട്ടാണ് ഇത് കിടക്കുന്നത്. പക്ഷേ ലൈറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ തീയിട്ട് മായതല്ലോ കേട്ടോ. ഇതൊക്കെയാണ് ഇവരുടെ ചെയ്യുന്നത് കണ്ടോ. ഇവിടെ തീ പുകയുന്നതുണ്ടോ, എന്ത് ചെയ്യാനല്ലേ അവർക്ക്. ഇതൊന്നും ചെയ്യാനല്ല, ക്ലീൻ ചെയ്യാനോ ഇതിൻ്റെ കാട് പറിക്കാനോ ഒന്നും സമയങ്ങളൊന്നുമില്ല കേട്ടോ. അങ്ങോട്ടൊക്കെ വേണ്ട ഒരുപാട് നശിച്ച് കിടപ്പുണ്ട്. നമുക്ക് അങ്ങനെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഉണ്ടോ ഒരു മരത്തിൻ്റെ സ്റ്റാച്ചു, അതിലൊരു മലമ്പാമ്പാണ് കിടക്കുന്നത് കേട്ടോ. നമ്മളത് ഉണ്ടോ, അങ്ങനെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവിടെ നശിപ്പിച്ച് കിടക്കുവാണ്. ഇതൊക്കെ ഒന്ന് നീറ്റായി ക്ലീൻ ആക്കി ഒന്ന് കെടുക്കുകയാണെങ്കിൽ കേട്ടല്ലോ, എന്തോരം വിനോദസഞ്ചാരികളോട് വരും. ഇതൊക്കെ എന്തോ കാട്ടുമൃഗങ്ങളായിട്ട്, എന്താ മൃഗങ്ങളായിട്ട്, കാട്ടുമൃഗങ്ങളല്ല എന്തോ മൃഗങ്ങളുടെ കൂടായിരുന്നു. അതിന് തീർന്ന മൃഗങ്ങളൊന്നും ഇല്ല എന്തോ സെറ്റായിട്ട് കിടന്ന സ്ഥലമാണ് കേട്ടോ. ഇതിനകത്ത് മൃഗങ്ങളൊന്നും ഇല്ല കേട്ടോ. ആ കാണുന്നതെല്ലാം ഓരോ മൃഗങ്ങളിട്ടിരുന്ന കൂടാണ്. അല്ല ഒരു പരുവായി കേട്ടോ. മരങ്ങളെല്ലാം പെട്ടെന്ന് ഇങ്ങനൊരു പരുവായി ചുമ്മാ കിടക്കുവാണ് കേട്ടോ. ഇതിലൊന്നും ആൾക്കാർ പോലും ഇവിടെ ഒന്ന് ക്ലീൻ ഉണ്ട്. അണ്ണാൻ്റെ വെകളമാണല്ലോ. അപ്പോൾ നമ്മൾ അതിലാണ് വന്നത് കേട്ടോ.
അന്നിവിടെ നമ്മുടെ ദാസപ്പൻ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്തേക്ക് കയറുവാണ്. രണ്ട് കങ്കാരുമൊക്കെ ഇരുന്ന് വിഷമിച്ചിരിക്കുന്നു. അതൊക്കെ തന്നെ അതിനകത്തല്ലേ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ അവസാനിക്കാറായി. ഇപ്പോൾ പറഞ്ഞ പോലെ വൈഗ ഡാമിൻ്റെ പരിസരത്താണ് തന്നെ. വൈഗ ഡാമിൻ്റെ കാഴ്ചകൾ കണ്ടു, ഇവിടുത്തെ ഗാർഡൻ്റെ കാഴ്ചകൾ കണ്ടു, ഇവിടുത്തെ പാർക്കിൻ്റെ കാഴ്ചകളുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാർക്കൊക്കെ ഒരുപാട് നീറ്റാൻ ക്ലീനൊക്കെ ആക്കാനുണ്ട്. സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. നമുക്ക് ഈ കുട്ടികളുടെ ഈ ഒരു പാർക്കിനകത്ത് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഉണങ്ങി മുറിഞ്ഞ് കിടക്കുന്നു. ഇപ്പോൾ അത് കണ്ടില്ല, എത്തിയിട്ട് നശിപ്പിക്കുകയാണ്. ഒട്ടനവധി മൃഗങ്ങളുടെ കൂടുകൾ ചുമ്മാ കിടക്കോട്ടെ, നശിച്ച് കിടക്കുക. ഇതിനകത്തൊന്നും മൃഗങ്ങളൊന്നുമില്ല. പക്ഷേ 5 രൂപ, അതുകൊണ്ടാണ് തോന്നുന്നു ഇവരെന്തെങ്കിലും 5 രൂപ പാസ് വെച്ചിരിക്കുന്നാലും കുട്ടികളൊക്കെ കുറച്ചൊക്കെ അവിടെ കിടന്ന് ഊഞ്ഞാലാടുകയും തൊട്ടിയൊക്കെ കറങ്ങുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇച്ചിരി വൃത്തിയാക്കി നല്ല പൂഞ്ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ട മൃഗങ്ങളെയൊക്കെ കൊണ്ട് ഇവിടെ വിട്ട് കഴിഞ്ഞാണല്ലോ ധാരാളം ആൾക്കാർ വരും കേട്ടോ. കാരണം അവരൊക്കെ ആ ഡാമിൻ്റെ അവിടം കൊണ്ട് തിരികെ പോവുകയാണ് കേട്ടോ, ഇങ്ങോട്ട് വരുന്നേ ഇല്ല.